ആദ്യമായി ക്ഷണിക്കാനുള്ള ഈ ഒരു പുസ്തക കർമ്മം, മഹനീയ കർമ്മം നടത്തുന്നതിന് വേണ്ടിയിട്ട് തിരക്കുകളൊക്കെ മാറ്റിവെച്ചുന്ന ഒരു വ്യക്തിത്വമാണ്. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി പ്രഭാവമാണ്. ഞാൻ സദസ്സിൽ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയും, പക്ഷെ മൈക്ക് കിട്ടിയവൻ്റെ വിടൂല. അതൊക്കെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മത്ത് എന്ന് പറയുന്ന പുസ്തകം ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത് അതിന്റെ നാട്ടിലും ഗുരുവായൂരും ലോകത്തെല്ലായിടത്തും പ്രകാശനം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാർജ പുസ്തകമേളയുടെ ചുക്കാൻ പിടിക്കുന്ന മോഹനേട്ടന്റെ പ്രിയ പത്നി, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, എല്ലാ വീട്ടിലും ഇതുപോലെ ഒരു ചേച്ചി ഉണ്ടാവും. കൈയടിച്ചുകൊണ്ട് സ്വാഗതം പ്രിയപ്പെട്ട ഗിരീഷ്. ഇനി ഒരു പുസ്തകം ഏറ്റുവാങ്ങി സ്വീകരിക്കുന്ന സ്വീകർത്താവിനെയാണ് വിളിക്കാനുള്ളത്. അദ്ദേഹം ഒരു കൊല്ലം സ്വദേശിയാണ്, വാഗ്മിയാണ്, കവിയാണ്, നല്ലൊരു സുഹൃത്താണ്. കൈയടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാൻ നമ്മുടെ ശിവേട്ടനെ മിസ്റ്റർ പി ശിവകുമാർ, ശിവപ്രസാദ്. ഇനി വിളിക്കാനുള്ളത് ഈ ഒരു പുസ്തകത്തെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വത്തെയാണ്. ഈ വ്യക്തിത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പുസ്തകം എഴുതിയ ആളുടെ സന്തത സഹചാരി എന്ന് വേണമെങ്കിൽ പറയാം. വിമർശിക്കാനും തലോടാനും സ്നേഹിക്കാനും ഒക്കെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും ഈ ഒരു വ്യക്തിത്വം. നല്ലൊരു എഴുത്തുകാരിയാണ്, നല്ലൊരു കൂട്ടുകാരിയാണ്. കൈയടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം ഷൈൻ ചാറ്റി ഓൺ സ്റ്റേജ് പ്ലീസ്. ഇനി വിളിക്കാനുള്ളത് ആ വ്യക്തിത്വം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിത ക്ലേശങ്ങൾക്കിടയിലൂടെ ഏൽപ്പിച്ചു കൊടുത്ത കാര്യം അതിന്റെ മാക്സിമം ചെയ്തു തീർക്കാൻ കെൽപ്പുള്ള, അതിനുവേണ്ടി ഓടി നടക്കുന്ന കഴിവുള്ള ആ ഒരു വ്യക്തിത്വം. ഞങ്ങൾ ഈ പറയുന്ന ടോസ്മാസ് ഇന്റർനാഷണൽ, നേരത്തെ പറഞ്ഞ ആഗോള വ്യക്തിത്വ വികസന പ്രസ്ഥാനമായ ടോസ്മാസിന്റെ അമരക്കാരി. അവിടെ ഇവർക്കൊരു പ്രത്യേക വിളിപ്പേരുണ്ട്, ഝാൻസി റാണി എന്നൊക്കെ അവർ പറയും. പക്ഷെ ഒരു ഡയമണ്ടാണോ രത്നമാണോ, ഒരു വല്ലാത്തൊരു സ്നേഹം നിറഞ്ഞ എന്നാൽ കഴിവുള്ള ഒരു വ്യക്തിത്വം. കൈയെടുത്തിന് സ്വാഗതം ചെയ്യാൻ നമ്മുടെ സ്വന്തം ദിവ്യയെ. ഒരുപാട് തിരക്കുകൾക്കിടയിലോ ഈ ഒരു പ്രകാശ കർമ്മത്തിന് ഞാൻ എത്തും, എവിടെയായാലും ഞാൻ ഓടി എത്തുമെന്ന് പറഞ്ഞ് വന്ന ഒരു വ്യക്തിത്വമുണ്ട്. കവിത എഴുതുന്നതിലൂടെ, പോയട്രിയിലൂടെ ദുബായിൽ ആദ്യമായി ഗോൾഡൻ വിസ പുരസ്കാരം കരസ്ഥമാക്കിയ എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനും നല്ലൊരു ഗുരുനാഥനും കൂടിയായ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ഇസ്മായിൽ കൈവേദിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാവരും കൈയടിച്ച് കൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി പ്രകാശന കർമ്മമാണ്. അത് പ്രകാശന കർമ്മം നടത്തുന്നതിനും രണ്ടു വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട ഗീതേച്ചി ക്ഷണിക്കാം. വളരെ സന്തോഷം. ഈ ഒരു പുസ്തകം, അതും ദീപയുടെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരിയാണ്. എഴുത്തുകാരിന്ന് മാത്രമല്ല, നല്ലൊരു വ്യക്തിത്വം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കണം. നല്ല ഒരു കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രകാശനത്തിന്റെ ഒരു രീതി. പരിണതപ്രജ്ഞരായ അഥവാ ബുദ്ധിമതികളായ സ്ത്രീകൾ നമ്മുടെ പൊതുരംഗത്തേക്ക് ഇടപെടുന്നതിൻ്റെ അത് ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ മേഖലയിൽ കൂടിയായാലും അതല്ല ഇനി സർഗസിദ്ധിയുടെ വെളിപ്പെടലായിട്ട് വരുന്ന എഴുത്തിലൂടെ ആയാലും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പുതിയ കാലം എന്നത് എല്ലാ വാതിലുകളും ജനാലകളും തുറന്നിട്ട് എല്ലാ സുഗന്ധങ്ങളെയും നമ്മുടെ വീടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു. അവയെ സ്വീകരിക്കുവാൻ നമ്മുടെ പെൺജന്മങ്ങള് സന്നദ്ധരായി വരുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ് ദീപ സുരേന്ദ്രന്റെ ഈ പുസ്തകം എന്ന് ഞാൻ കരുതുന്നു. ദ്രൗപദിയാണ് ഈ പുസ്തകത്തിന്റെ പേരെങ്ങനെയാണ്. 9 കഥകളിൽ ഏറ്റവും പ്രധാനമായ 2-3 കഥകളിൽ ഒന്ന് ദ്രൗപദി എന്ന് തന്നെ പറയാം. ദ്രൗപദി നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ഇതിഹാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. അവൾ അന്ന് ജീവിച്ച ആ ഒരു കഥയിൽ നിന്ന് ഇന്നത്തെ സമകാല ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ലോകം എന്തെല്ലാം തരത്തിൽ മാറിയിരിക്കുന്നു എന്ന ഒരു സങ്കല്പനമാണ് ഈ കഥയിലുള്ളത്. തുഞ്ചൻപറമ്പിൽ നടക്കുന്ന ഒരു ലോകമഹാസ്ത്രീ സമ്മേളനത്തിലേക്ക് നമ്മുടെ മഹാഭാരത കഥയിലെ ദ്രൗപദി ഇറങ്ങി വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഒരു സങ്കല്പം. സങ്കല്പവും ജീവിതവുമായിട്ട് കുറെ അകലമുണ്ടെങ്കിൽ പോലും ഈ കഥ നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടുക എന്നത് വായനക്കാരന്റെ കർമ്മമാണ്. അപ്പൊ തീർച്ചയായിട്ടും സമകാല ജീവിതത്തിൽ സ്ത്രീകൾ നേരിടുന്ന 100 കണക്കിന് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിൽ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സംസ്കാര സമ്പന്നര്, വിദ്യാസമ്പന്നര് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്ന 100 കണക്കിന് മെച്ചങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ പേരിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ? പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് നേരെ എന്തുകൊണ്ടാണ് ഇത്രയേറെ അതിക്രമങ്ങൾ? ജാതിയുടെയും ലിംഗവ്യത്യാസത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ഏതെല്ലാം തരത്തിലുള്ള പീഡനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ഇങ്ങനെയുള്ള 100 കണക്കിന് പ്രശ്നങ്ങൾക്ക്, ആ സമസ്യകൾക്ക് പൂരണം തേടുന്ന കഥകളാണ് ഈ പുസ്തകത്തിലുള്ള എല്ലാം തന്നെ. ഈ കഥയൊന്നും ഏതെങ്കിലും ഒരു ഗ്രാമത്തിലേക്ക് ഒതുക്കാവുന്ന കഥകളല്ല. അതിന്റെ സർഫസ് എന്ന് പറയുന്നത്, അതിന്റെ പ്രതലം എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകതയായിട്ട് ഞാൻ അതിന്റെ PDF ഒന്ന് ഓടിച്ചു വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി.
എന്തായാലും ഈ കഥാകാരിക്ക് തീർച്ചയായിട്ടും ഇടക്കാലത്ത് ഒരു 20-25 വർഷക്കാലം എഴുതാതിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചുള്ള ഒരു വരവ് വളരെ ശക്തമായ രേഖപ്പെടുത്തലായി ഈ കൃതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തീർച്ചയായും ഈ പുസ്തകം നമുക്ക് ഓരോരുത്തർക്കും വായിച്ചിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ അവരോട് പറയാം, നമ്മുടെ ഫേസ്ബുക്കിൽ കുറിക്കാം, വിനിമയം ചെയ്യാം. അത്തരത്തിൽ ഈ കഥകൾ കൂടുതൽ വിശാലമായ ചർച്ചയിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ദീപയുടെ മൂന്നാമത്തെ പുസ്തകമാണ്. അടുത്തടുത്ത 3 വർഷങ്ങളിലായിട്ട് ദീപ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ. അപ്പൊ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ ആദ്യത്തെ പുസ്തകത്തിന് ആമുഖം എഴുതിയത് ഞാനാണ്. ഇപ്പൊ മൂന്നാമത്തെ പുസ്തകത്തിനും രണ്ടാമത്തെ പുസ്തകത്തിന് നേരത്തിന് പറ്റാത്തോണ്ട് ഒരു റിവ്യൂ ആണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ദീപയോട് പറഞ്ഞത് റിപ്പീറ്റേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഞാൻ വീണ്ടും പറയുമ്പോൾ അത് വീണ്ടും റിപ്പീറ്റേഷൻ ആവും. 2-3 വാക്കുകൾ പറയാം. ഒന്ന്, ഞാൻ എപ്പോഴും ദീപയോട് പറയാറുണ്ട്, ദീപയുടെ എഴുത്തിന് ഒരു ക്രൂഡ്നെസ് ആണുള്ളത്. ദീപ റിഫൈൻ ചെയ്യണില്ല ദീപയുടെ കഥകളെ എന്ന് പറയാറുണ്ട്. അത് ഒരു തരത്തിലെന്ന് പറഞ്ഞാൽ ദീപയ്ക്ക് എന്താ തോന്നണം അത് ദീപ എഴുതി കഴിഞ്ഞിട്ട് ദീപ അതിനെ ഡിസോൺ ചെയ്യും. പിന്നെ എല്ലാവരും എന്താ വിചാരിക്കുന്നത് അങ്ങനെ വിചാരിച്ചോളൂ എന്നുള്ളൊരു രീതിയാണ് ദീപയുടെ എഴുതിട്ട്. അപ്പൊ ഞാൻ ദീപയോട് പറയാറ് കുറച്ചുകൂടെ റിഫൈൻ ചെയ്യാം, അടുത്ത പ്രാവശ്യം എന്നാണ് നേരത്തെ ഷാനിൽ പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് ദീപ വരും. പക്ഷേ ഇപ്രാവശ്യം സാർ പറഞ്ഞ പോലെ ദ്രൗപദി ഉണ്ട്, പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥകളുണ്ട്, ഹൊറർ ഉണ്ട്, ക്രൈം ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ആകെ 9 കഥകളേ ഉള്ളൂ, പക്ഷെ 9 തരം കഥകളാണ്. അപ്പൊ എല്ലാവരും വായിക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്രാവശ്യം തുടങ്ങിയത് ഇൻഹിബിഷൻ ഇല്ലാത്ത എഴുത്തുന്നാണ്. അതൊക്കെയാണ് ഇപ്പൊ പറയാനുള്ളത്. ഒരു മിനിറ്റിൽ എഴുതുക. അപ്പൊ എല്ലാവരും പുസ്തകം വായിക്കുക, ആമുഖം വായിക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. 9 കഥകളാണ്. ഈ പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. സസ്പെൻസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഹൊറർ ഉണ്ട്. നിങ്ങൾ വായിക്കണം. അതിനെ കുറിച്ച് ഡീപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാവും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വടക്കൻ വീരഗാഥയും അല്ലെങ്കിൽ പിന്നെ രണ്ടാം മൊഴിയൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയാണ്. അതായത് നമ്മൾ കേട്ട് പഴകിയ പല കഥാപാത്രങ്ങളെ, പുരാണങ്ങളിലുള്ള കഥാപാത്രങ്ങളെ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുക, അവരുടെ പുതിയ ഭാവഭാവാദികൾ നമ്മൾ കാണുകയാണ്. ദ്രൗപദി ഇറങ്ങി വന്നിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. ഇത് ടോസ്റ്റ് മാസ്റ്റർ വേദിയിൽ പറയുന്നതിനേക്കാൾ അപ്പുറത്തൊരു വേദിയാണ്. കാരണം നമ്മൾ ഇതുവരെ കേട്ടത് ദ്രൗപദി അല്ല. ദ്രൗപദിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇവിടെയുള്ള ജിഷമാരും സൗമ്യമാരും പോലെ ഇപ്പോഴും അന്ന് വ്യവസ്ഥയായ ദ്രൗപദി ഇന്ന് വീണ്ടും അങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് വ്യവസ്ഥയായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾ ആയിട്ടും ഈ മനുഷ്യരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലേ? ഈ ഒരു ദ്രൗപദിയുടെ ചോദ്യമാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കഥാകാരി അതിൽ കൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ വരെ ഈ ദ്രൗപദിയുടെ പ്രസംഗത്തിലൂടെ വരികയാണ്. ആ ചോദ്യം ഈ സമൂഹത്തിന് നേരെ തിരിച്ചു പിടിച്ച ഒരു കണ്ണാടിയായിട്ട് മാറുകയാണ്. മനുഷ്യരുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. അതായത് ആണധികാരത്തിൻ്റെ പിന്നെ നുകക്കീഴിൽ ഇപ്പോഴും വളരെയധികം കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക സ്ത്രീത്വത്തെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ പുതിയ ആധുനിക സമയത്തേക്ക് കൊണ്ടുവന്ന് നമ്മളോട് തന്നെ വലിയ വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിവുള്ള കഥാകാരിയാണ്. പിന്നെ ഭാഷ അവർക്ക് വളരെ നന്നായിട്ട് വഴങ്ങുന്ന ഭാഷയാണ്. മലയാളത്തിൽ ഇത്ര ഭംഗിയായിട്ട് ഇപ്പം സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കുകയും ഇംഗ്ലീഷ് പ്രസംഗിക്കുകയും ചെയ്യുന്ന ദീപ ഞങ്ങളുടെയൊക്കെ DTM ആണ്, ഡിസ്റ്റിങ്വിഷ്ഡ് ടോസ്റ്റ് മാസ്റ്ററാണ്. ഞങ്ങളുടെ ഡിവിഷൻ്റെയൊക്കെ വലിയ നേതാവാണ്. അതായത് പിന്നെ അപ്പോൾ ടോസ്റ്റ് മാസ്റ്ററിൻ്റെ അത് പിന്നെ ഓരോ പടി പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഡിവിഷനും ഏരിയയും പിന്നെ ഒക്കെ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അമരത്തിരിക്കുന്ന ഒരാളെ, ഇംഗ്ലീഷ് സ്ഥിരമായിട്ട് പ്രസംഗിക്കുന്ന ഒരാളെ ഇത്ര മനോഹരമായ മലയാള ഭാഷയിൽ എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു ആ തുഞ്ചൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ആ ഒരു തുഞ്ചൻ്റെ നാവിൽ ഉള്ള വഴക്കം ഇവിടെയും പ്രതിഫലിക്കുന്നുണ്ട്. എന്തായാലും ഇനിയും ഒരുപാട് നല്ല നല്ല കഥകളുമായി എല്ലാ വർഷവും ഇങ്ങനെ ഓരോ കഥയായിട്ട് വരിക. ഇനി നോവലിലേക്ക് കടക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം ഈ പല കഥകളും ഒരു ഫുൾ നോവലാക്കാൻ മാത്രമുള്ളതാണ്. ഈ ദ്രൗപദി അടക്കം വേണമെങ്കിൽ ഒരു ഫുൾ നോവലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഒരു നോവലാകട്ടെ. ആ നോവലിലൂടെ നമ്മളെ വീണ്ടും ആഹ്ലാദിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ചെയ്യുന്നതിന് ഇങ്ങനെ ഈ പുസ്തകം ഇവിടെ എല്ലാവരും മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വളരെ നന്ദി. പിന്നെ ഇവിടെ വന്നിട്ടുള്ള നിങ്ങളോട് എല്ലാവരോടും മനസ്സ് നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ ഈ സമയത്ത് എത്തിയതിൽ ശരിക്കും താങ്ക് യു വെരി മച്ച്. ഐ നെവർ എക്സ്പെക്റ്റഡ് ആക്ച്വലി. താങ്ക് യു. ആൻഡ് പിന്നെ ഗീതേച്ചിയുടെ എങ്ങനെ നന്ദി പറയുന്നത് എനിക്കറിയില്ല. ഗീതേച്ചിയാണ് ഈ സമയമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ
മനസ്സ് നിറഞ്ഞിട്ട്. പിന്നെ ശിവപ്രസാദ് സാർ ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ, 4:30ക്കാണ് എനിക്ക് മെസ്സേജ് അയച്ചത് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പുസ്തകം വായിച്ചത് അഭിപ്രായം പറഞ്ഞതിന് വളരെയധികം നന്ദി. പിന്നെ ഷൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ചിയിൽ വരുന്നതിന് ഒപ്പം നിൽക്കുന്ന ആളാണ്. ഞാൻ എഴുതാനൊരു കാരണം കൂടെ ഷൈനാണ്. അവതാരിക എഴുതാൻ ഒരാളുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ആദ്യം തന്നെ പുസ്തകം ആലോചിക്കുക. നമ്മൾ എല്ലാറ്റിനും ആൾക്കാരുണ്ട്. അപ്പോൾ അതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഭർത്താവിന്റെ കാര്യം പറയണ്ടല്ലോ, മൂപ്പര് എന്താണ് കാരണങ്ങൾ ഉണ്ടാക്കി തരുന്നതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതേമാതിരി സുഹൃത്തുക്കളും എല്ലാ ഗുരുക്കന്മാരും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഇസ്മായിൽ സാർ എവിടെയാണ് വേണ്ടത് അവിടെ ഞാനുണ്ട്. ഇപ്പോൾ എഴുതിയാൽ മതി. അതിപ്പോൾ പറഞ്ഞ മാതിരി നോവലായാലും പ്രസംഗമായാലും എവിടെയാണ് ഞാൻ ആവശ്യം അവിടേക്ക് ഞാൻ ഉണ്ടാവും. അതാണ് സാറിൻ്റെ ഒരു നയം. അതിപ്പോഴും ഇന്നും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ മനസ്സ് നിറയ്ക്കുന്നത്. അതേമാതിരി എല്ലാവർക്കും വീണ്ടും ഇതുകൂടെ നന്ദി പറയുന്നു. 9 കഥകൾ, അത് തുഞ്ചത്ത് മാത്രമല്ല സ്കോട്ട്ലൻഡിൽ നടന്ന ഒരു കഥയുണ്ട്, അവിടെ വരുന്ന ഒരു വിച്ചുണ്ട്. അതിലാണ് ഈ കഥാസമാഹാരം അവസാനിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഏത് കാറ്റഗറിയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് എഴുതാം. ഇനി നന്നാക്കാൻ ഞാൻ ശ്രമിക്കുന്നുള്ള പ്രോമിസോടെ പ്രാർത്ഥനയോടെ നിർത്തുന്നു.